ലോഹം കൊണ്ട് നിർമ്മിച്ച ആയുധം കൊണ്ട് മാത്രമല്ല ശത്രുവിനെ കൊല്ലാവുന്നത്. അഗ്നി കൊണ്ട് കൊല്ലാം, ജലം കൊണ്ട് കൊല്ലാം ഒരാളിനെ. ആയുധങ്ങൾ കൊണ്ട് മാത്രമേ ആളെ കൊല്ലാവൂ എന്ന് നീ ധരിക്കരുത്. ഏതുപയോഗിച്ചും വിദഗ്ധനായ ഒരു വ്യക്തിക്ക് ആളെ കൊല്ലാം. ഏത് സംഗതിയും ദുഷ്ടനായ ഒരു വ്യക്തിയുടെ കയ്യിൽ, അതായത് മസ്തിഷ്കം ആയുധമായിട്ട് മാറിയ ഒരു വ്യക്തിയുടെ കയ്യിൽ ഏത് വസ്തുവും ശത്രുവിനെ നിഹരിക്കാനുള്ള ആയുധമായി അവതരിക്കും. അതിന് ഇന്ന വസ്തു വേണമെന്നില്ല. ആയുധമെന്ന് പേരിട്ട് വച്ചിരിക്കുന്ന വസ്തു വേണമെന്നില്ല. ആയുധമെന്ന് പേരിട്ട് നിർമ്മിച്ചു വച്ചിരിക്കുന്ന മാരക വസ്തു വേണമെന്നില്ല. ഏത് വസ്തുവിനെയും മാരക വസ്തുവായിട്ട് ഉപയോഗിക്കാം. അത് നീ പോകുമ്പോൾ ഓർമ്മ വേണം. അപ്പോൾ സന്ദർഭത്തിന് യോജിക്കാത്ത ഈ കാര്യം പറഞ്ഞതുകൊണ്ട് അപകട സൂചന തരികയാണ് എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, നീ മുള്ളംപന്നിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിൻ്റെ ജീവിതം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ ജീവിതം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് നമ്മളാരെങ്കിലും മുള്ളംപന്നിയെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വലിയ ജ്ഞാനികളായിട്ടാണല്ലോ ഇരിക്കുന്നത്. കണ്ടിട്ടില്ല, മുള്ളംപന്നിയെ കണ്ടിട്ടില്ല. അതിങ്ങനെ ഉരുണ്ടുകൂടും. അതൊക്കെ ചോദിച്ചാൽ വിഷമാണ്. അതൊക്കെ നമ്മുടെ ഭാവനോണ്ട് നമ്മൾ പറയുന്നതല്ലേ. മുള്ളംപന്നി ഉരുണ്ടുകൂടുകയാണോ, മുള്ളംപന്നി ഉരുണ്ടുകൂടുകയില്ലെന്ന് തീരുമാനിക്കുന്നത് മുള്ളംപന്നിയാണ്, നമ്മളല്ല. അതിൻ്റെ എന്തോ കണ്ടിട്ട് അത് ഉരുണ്ടുകൂടുകയാണെന്ന് നമ്മൾ ധരിക്കുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രം പഠിച്ചവരായിരിക്കണം. അതിൻ്റെ ശാസ്ത്രം പഠിച്ചവർ തന്നെ അവരുടെ ശാസ്ത്രം നേരായ ശാസ്ത്രമാണെന്ന് ആരും കണ്ടു. എന്താ അതിൻ്റെ ട്രസ്റ്റ്? എന്തായാലും ഇതിപ്പോൾ മുള്ളംപന്നിയുടെ അടുത്ത് പോയി ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് കാര്യങ്ങൾ ഏത് പത്രം പ്രതിനിധീകരിച്ചാലും അത് സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അതാണ് അവരുടെ പ്രകൃതി നിരീക്ഷണത്തിലുള്ള സാമർഥ്യമാണ്. ഈ വിദുരരുടെ പ്രകൃതി നിരീക്ഷണത്തിലുള്ള സാമർഥ്യത്തിൽ നിന്ന് നാം ആരുടെ പ്രകൃതി നിരീക്ഷണത്തിൻ്റെ സാമർഥ്യമാണ് കാണുന്നത്? വ്യാസൻ്റെയാണ്. അപ്പോൾ മൂപ്പിലാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിച്ചു വച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം നാം. മുള്ളൻ പന്നി കുഴിയിൽ ജീവിക്കുന്നവനാണ്. ആവശ്യത്തിന് മാത്രമേ അവൻ പുറത്തു വരുള്ളൂ. മുള്ളൻപന്നിയെ വിഴുങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? അത് എങ്ങനെയെങ്കിലും ഇതിനെ പുറത്തേക്ക് കക്കിയിടാനായിരിക്കും അതിനെ വിഴുങ്ങിയ ജന്തു ശ്രമിക്കുന്നത്. ഇവിടെ മുഴുവനും മുള്ളു കയറി അതിന് പ്രാണവേദന എടുക്കും. പിന്നെ എങ്ങനെയെങ്കിലും ഇത് കുടഞ്ഞ് പുറത്തിടുക എന്നുള്ളതാണ്. മുള്ളൻപന്നി പെട്ടെന്ന് പുറത്തേക്ക് പോരും. അവൻ കുഴിയിൽ താമസിക്കുന്നത് ഒരു കുഴിയെ കാണുമുള്ളെങ്കിലും ആ കുഴി ഉള്ളിലേക്ക് പോയിട്ട് പല പിരിവുകളായിട്ട് പോഷക നദികൾ ഉണ്ടാകുന്നത് പോലെ പല കുഴികളായിട്ട് പിരിഞ്ഞ് ഭൂമിയിലേക്ക് ഒരു മുട്ട് കൊടുത്തുന്ന തുറക്കത്തക്ക വിധത്തിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കും. അപ്പോൾ കുഴി ഏതെങ്കിലും കോട്ടയ്ക്കകം മാത്രമാണ് ജീവരക്ഷോപായമെന്ന് നീ ധരിക്കരുത്. ഒരു കോട്ടയുമില്ലാതെ ഭൂമിയിൽ കുഴിച്ച കുഴി പോലും ജീവരക്ഷയ്ക്കുള്ള ഉപായമാണെന്ന് നീ ധരിച്ചോളണം. അതുകൊണ്ട് വാരണാവതത്തിൽ താമസിക്കുമ്പോൾ മുള്ളൻ പന്നിയുടെ മാതിരി നീ ജീവിക്കണം. ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് അറിയിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമനൊക്കെ ഇങ്ങനെ വായും പൊളിച്ച് നോക്കൊണ്ട് നിൽക്കണം, എന്നതാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് മനസ്സിലാവാതെ. വിദുരർക്ക് എന്നെ തുറന്ന് പറയാൻ പ്രതിബന്ധമായിട്ട് നിന്നത് എന്തായിരുന്നു? കാരണം വിദുരർക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഇവരെ ബോധപൂർവം ഈ ഒരു ആപത്തിലേക്ക് തള്ളിവിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പിടിച്ചു കിട്ടും, കാര്യം ഒളിവായി പോയാൽ. അതുകൊണ്ടാണ് ഭീമന് വിഷം കൊടുത്ത കാര്യം പറഞ്ഞിട്ട് കുന്തി ആരോടും പറയരുതെന്ന് പറഞ്ഞത്. അങ്ങനെ പോകുന്ന അധികാരം അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കല്ലേ? അവർ വിചാരിക്കണം, നമ്മൾ പറഞ്ഞാൽ പോരാ. അല്ല, അധികാരത്തിന് ഇത്ര മോഹം ഉണ്ടായിരുന്നു? അപ്പോൾ ഇതൊരു വ്യക്തിയുടെ അഭിപ്രായമാണ്. അധികാരത്തിൽ മോഹം കിടക്കണം. രാജാക്കന്മാർ പിന്നെ കാട്ടിപ്പോലെ ജീവിക്കാനാണോ ഇരിക്കുന്നത്? എത്ര ധർമ്മബോധമുള്ളവനായാലും രാജാവ് എന്താ വിചാരിക്കുന്നത്? രാജ്യം ഭരിച്ചാണ് ധർമ്മബോധം രാജാവ് കാണിക്കുന്നത്, അല്ലാണ്ട് കാട്ടിപ്പോയി വെറുതെ ഇരുന്നിട്ടുള്ള ധർമ്മബോധം കാണിക്കുന്നത്. രാജാവിൻ്റെ രംഗമല്ലതേ. രാജാവിൻ്റെ രംഗമില്ലാത്തടത്ത് പോയിരുന്നാൽ പരാജയപ്പെട്ടു പോയി എന്നാണ് അതിനർത്ഥം. പരാജിതനായി മടങ്ങാൻ പാടില്ല ഒരു രാജാവ്. അതാണ് യുദ്ധം ചെയ്ത് മരിക്കണം ക്ഷത്രിയൻ എന്ന് പറയാനുള്ള കാരണം. അല്ല, അവിടെ നിന്ന് ഒളിച്ചോടുകയല്ല. അപ്പോൾ താൻ രാജ്യം ഭരിച്ച് അത് നല്ല ഭരണമായിരുന്നു, നല്ലതുപോലെ ത്യാഗപൂർണ്ണമായിട്ട് രാജ്യം ഭരിച്ചു എന്ന് ജനങ്ങൾ ബോധ്യപ്പെടുമ്പോഴാണ് അവരുടെ ധർമാനുഷ്ഠാനത്തിൻ്റെ മഹനീയമായ സംതൃപ്തി, ആത്മനിർവൃതി അവർക്കുണ്ടാകുന്നത്. അല്ല, വെറുതെ ഇരുന്നാലല്ല, മുനിക്കാണെങ്കിൽ അത് മതി. പക്ഷേ ഈ പിടിച്ചു കെട്ടും എന്നുള്ളൊരു ഭീരുത്വം വിദൂരനെ പോലെ ഒരു കഥാപാത്രത്തിന് ഭീരുത്വമല്ലല്ലോ. അത് സംഭവിക്കാൻ പോകുന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് പറയണം, ഭീരുവായതുകൊണ്ടല്ല. ഒരുത്തൻ ഭീരുവായാലും ധീരനായാലും സംഭവിക്കേണ്ടത് സംഭവിക്കില്ലേ? അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനുള്ള
തന്ത്രവും കൂടി മെനയുകയാണ് അതോടൊപ്പം. എന്തുകൊണ്ടാണ് ഈ നിൽക്കുന്നവർ മുഴുവൻ തന്ത്രശാലികളാണേ. അപ്പോൾ അവരെ നേരിടുമ്പോൾ തന്ത്രവും കൂടി ഉപയോഗിക്കണം അതിനകത്ത്. അല്ല അവിടെ വെച്ച് തന്നെ യുദ്ധം ഉണ്ടാകാൻ നിവൃത്തിയില്ല. യുദ്ധം ഉണ്ടായെന്നാൽ കൊട്ടാരത്തിൽ ബന്ധനസ്ഥരാകും ഇവർ. അപ്പോൾ കൊട്ടാരത്തിൽ ബന്ധനസ്ഥരായാൽ യുദ്ധത്തിൽ ജയിക്കുമോ എന്ന കാര്യം സംശയാസ്പദമാണേ. എന്നാൽ ശക്തി കൊണ്ട് മാത്രം ജയിക്കാനൊക്കില്ല. പാണ്ഡവന്മാരുടെ ശക്തി കൊണ്ട് മാത്രം കൗരവന്മാരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേനയ്ക്ക് അവരുടെ സൈനിക ശക്തി കൊണ്ട് മാത്രം ജയിക്കാനൊക്കില്ല യുദ്ധത്തിൽ ആരും വിചാരിക്കാത്ത, ഇപ്പോൾ ഹിറ്റ്ലറുടെ സൈനികമായ നീക്കത്തിൽ അദ്ദേഹത്തിന് പറ്റിയ പാളിച്ച കൊണ്ടല്ല റഷ്യയിൽ പോയി അദ്ദേഹത്തിൻ്റെ സൈന്യം തോറ്റത്. റഷ്യയിലെ കാലാവസ്ഥ അത് പ്രതീക്ഷിച്ചതല്ല. മഞ്ഞും മഴയും കൂടിയാണ് വന്നത്. മുട്ടുനേരുവരെ ചെളിയിൽ താഴ്ന്നുപോയി അദ്ദേഹത്തിൻ്റെ ഭടന്മാർ. ആരുടെ? ഹിറ്റ്ലറിൻ്റെ. പിന്നെ അവിടെ നിന്ന് ഭടന്മാരെ അല്ല വിടുന്നത് സ്റ്റാലിൻ, കൂലിപ്പട്ടാളത്തെയാണ്. അപ്പോൾ യുദ്ധം ചെയ്ത് എത്തിച്ചു കൊടുത്ത വെടിക്കോപ്പുകളൊക്കെ തീരുമ്പോഴാണ് യഥാർത്ഥ പട്ടാളക്കാർ വരുന്നത് അവിടെ യുദ്ധത്തിന്. ജനങ്ങളുടെ ജീവൻ അവിടെ വിലയില്ലാത്തതുകൊണ്ടേ പോയി നിന്നേക്കാൻ പറയും. ഇവരുടെ ഉണ്ട തീരുന്നവരെ വെടിവെച്ച് സാധാരണ കൂലിപ്പട്ടാളക്കാരെയാണ് വെറുതെ ചെറിയൊരു ട്രെയിനിങ് കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഇതൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഹിറ്റ്ലറിൻ്റെ ഉപസൈന്യാധിപനായ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പോലെ നിൽക്കുന്ന ഹിംലറോ ഹെസ്സെയോ മനസ്സിലാക്കുന്നില്ല ഇതൊന്നും. അപ്പോൾ ഭാവന ചെയ്യാൻ വയ്യാത്ത തന്ത്രപരമായ പാളിച്ചകളുണ്ടാകും യുദ്ധത്തിൽ. ഈ കാലാവസ്ഥ ഇങ്ങനെ ഒരു ചതിവ് കാണിക്കുമെന്ന് മുൻകൂട്ടി വിചാരിക്കാൻ പറ്റുമോ? കാലാവസ്ഥയിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടായതാണ്. ഇതുപോലെ യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു പക്ഷക്കാർക്ക് യുദ്ധത്തിൽ വിജയിക്കാനുള്ള അവർക്ക് സാമർഥ്യമുണ്ട്, അവർക്ക് നല്ല പരിശീലനം കിട്ടിയിട്ടുണ്ട്, നല്ല ആയുധങ്ങളുമുണ്ട്. അതുകൊണ്ട് മാത്രം ജയിക്കില്ല. ഔപചാരികമായ വിഘാതങ്ങൾ വരും. അതുകൊണ്ട് കഴിയുന്നതും യുദ്ധത്തെ ഒഴിവാക്കി നിർത്താനേ പ്രത്യേകിച്ചും ശാന്ത ജീവിതം നയിക്കുന്നവർ വിചാരിക്കൂ. കുഴപ്പങ്ങളുണ്ടാവാതിരിക്കട്ടെ, പ്രശ്നങ്ങളുണ്ടാവാതിരിക്കട്ടെ, സംഘട്ടനങ്ങൾ ഒഴിവാക്കാനുള്ള വഴികളാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അവിടെ നിന്ന് മാറുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. പിന്നെ മാത്രമല്ല, ഈ സൈന്യം എന്ന് പറയുന്നത് ഏത് ഭാഗത്തേക്ക് തിരിയുമെന്ന് അറിഞ്ഞുകൂടെ? ഹസ്തിനാപുരിയിലെ സൈന്യം ധർമ്മപുത്രരുടെ കൂടെ നിൽക്കുമോ അതോ ദുര്യോധനൻ്റെ കൂടെ നിൽക്കുമോ? കാരണം സൈന്യാധിപന്മാരെ എല്ലാം മയക്കി നിർത്തിയിരിക്കുകയാണ്. ധനത്തിൻ്റെ മയക്ക് വെടിവെച്ച് അവരെല്ലാം മയക്ക് നിർത്തിയിരിക്കുകയാണ്. അവർ വെറുതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഏത് ഭാഗത്തേക്ക് മറിഞ്ഞു വിടുമെന്ന് അറിഞ്ഞുകൂടാ യുദ്ധം വരുമ്പോൾ. അതൊന്നും നിശ്ചിതമല്ല. അതിന് കുരുക്ഷേത്ര യുദ്ധം തന്നെ ഉദാഹരണമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ധർമ്മപുത്രരെ അല്ല കൂടുതൽ സൈന്യങ്ങളും രാജാക്കന്മാരും അനുകൂലിച്ചത്, ദുര്യോധനനെയാണ്. എന്താണ്? ദുര്യോധനനെയാണ് പേടി. ധർമ്മപുത്രർ ഒരു പരിധി കഴിഞ്ഞുള്ള വൃത്തികേടുകൾ കാണിക്കില്ല എന്ന് ഉറപ്പുണ്ട്. അധാർമികമായി ഒന്നും ചെയ്യില്ല. അപ്പോൾ ആളുകൾക്ക് ആരുടെ കൂടെ നിൽക്കാനായിരിക്കും താല്പര്യം? ധാർമ്മികൻ്റെ കൂടെ നിൽക്കാനല്ല താല്പര്യം, അധാർമികനെയാണ് ആളുകൾ പേടിക്കുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷം രാജാക്കന്മാരും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അതതിൻ്റെ പാഠമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഇത് തുറന്നു പറയാത്തത്. തുറന്നു പറഞ്ഞാൽ വലിയ വിപത്ത് വരുത്തി വയ്ക്കണ്ടല്ലോ, തൽക്കാലം ഒന്ന് വാരണാവതത്തിലേക്ക് പോയി ഈ കാര്യങ്ങൾ പരിശോധിച്ചറിയാം എന്നുള്ളത് അതിൻ്റെ പ്രായോഗിക ബുദ്ധിയാണ്. വലിയ പ്രായോഗിക ബുദ്ധിയുള്ള ആളായിരുന്നു വിതുരൻ. അല്ല, അപ്പോൾ തന്നെ തുറന്ന് പറയുന്നതിന് പ്രയാസം ഒന്നും ഉണ്ടായിട്ടല്ല, തുറന്നു പറഞ്ഞാൽ പിന്നെ പോകാൻ സാധിക്കില്ല. അപ്പോൾ ധൃതരാഷ്ട്രയുടെയും കൂടി സമ്മതം നോക്കാതെ ദുര്യോധനൻ സൈനിക നീക്കമായിരിക്കും നടത്തുന്നത്. എന്താണ്? അദ്ദേഹം വരെയെല്ലാം സ്വാധീനിച്ച് വെച്ചിരിക്കുകയാണ്. പിടിച്ച് കെട്ടുപോന്മാരെന്ന് പറഞ്ഞാൽ പിടിച്ച് കെട്ടപ്പെടും. പിന്നെ മാത്രമല്ല, അർജുനൻ്റെ കയ്യിൽ ഈ ഇദ്ദേഹം അഭ്യസിപ്പിച്ച ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരുപാട് ആയുധങ്ങൾ ദേവേന്ദ്രൻ്റെ അടുത്ത് പോയി ദേവേന്ദ്രൻ ധാരാളം ആയുധങ്ങൾ അദ്ദേഹത്തിന് വിദ്യ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ശിവൻ പാശുപതം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അർജുനൻ്റെ യുദ്ധ വൈദഗ്ധ്യം അപ്രതിരോധ്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അരങ്ങേറ്റത്തിൽ പല അഭ്യാസങ്ങളും കാണിച്ചു, അരങ്ങേറ്റത്തിൽ നടന്ന യുദ്ധമല്ലല്ലോ. അപ്പോൾ ഈ ശങ്കകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ സമയത്ത് ഇതൊന്നും വിതുരർ തുറന്നു പറയാഞ്ഞത്. പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഞാനിത് അറിയിച്ചു കൊള്ളാം. അങ്ങനെ വാരണാവതത്തിൽ പോയി ഈ വൈവിധ്യമുള്ള പലതരം പ്രദർശനങ്ങളും കാഴ്ചകളും ദൃശ്യവും ശ്രവ്യവുമായ അനേകം കലാപരിപാടികൾ നടക്കുന്ന അമ്പലത്തിലെ ഉത്സവവും നടക്കുന്ന വാരണാവതത്തിൽ പോയി ഇവരിതെല്ലാം കണ്ടു നടന്ന കൂട്ടത്തിൽ ധർമ്മപുത്രർ ഒരു കാര്യം ചെയ്തു. പ്രധാനപ്പെട്ട കുടുംബങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിച്ചു.
അങ്ങനെ അവിടെയുള്ള ജനങ്ങളെ മുഴുവനും അദ്ദേഹം വശീകരിച്ച് കയ്യിലെടുത്തു. അത് ഈ ദുര്യോധനൻ വിചാരിച്ചൊരു കാര്യമല്ല. ഒരു പ്രമാണിയുടെ വീട്ടിലേക്ക് അദ്ദേഹം കയറി അത്ഭുതപ്പെട്ടു പോയില്ലേ ആളുകൾ. ധർമ്മോത്തർ കയറി ചെന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി? അങ്ങനെ ജനങ്ങളെ മുഴുവനും ഈ ലളിതമായ സന്ദർശനം കൊണ്ട്, രാജാവ് എന്നുള്ള നിലയിലല്ലല്ലോ പോയി ചെല്ലുന്നത്, യുവരാജാവാണെങ്കിലും വെറുതെ അദ്ദേഹം വൈകുന്നേരം ഒരു സന്ദർശനം എന്നുള്ളതിൽ കയറി ചെന്ന് അവിടുത്തെ പ്രമാണിമാരെയും ജനങ്ങളെയും എല്ലാം അദ്ദേഹം സ്വാധീനിച്ച് അദ്ദേഹത്തിൻ്റെ കീർത്തി വർദ്ധിക്കാൻ അതൊരു കാരണമായി. അപ്പോൾ ഏത് സ്ഥലത്ത് പോയാലും നന്മ അതിൻ്റെ പ്രയോജനം ചെയ്യും എന്നുള്ളതിനൊരു തെളിവാണ്. അങ്ങനെ അവിടെ 1 വർഷം തികയാറായി. അതിനിടയ്ക്ക് ആവശ്യമായ സമയത്ത് ഞാൻ വിവരങ്ങൾ അറിയിച്ചോളാം എന്ന് വിതുരൻ പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം ഒരു ഖനകനെ പറഞ്ഞയച്ചു. എന്നിട്ട് ഈ വലിയ അരക്ക് കൊട്ടാരത്തിൻ്റെ അകത്ത്, അരക്കില്ലത്തിൻ്റെ അകത്ത്, ജതുഗൃഹം എന്നാണ് വാക്ക്, ജതുഗൃഹത്തിൻ്റെ അകത്ത് വലിയൊരു കുഴിയുണ്ട്. ഇതാണ് ഈ മുള്ളൻപന്നിയുടെ ഉദാഹരണം. വലിയൊരു കുഴി കുഴിച്ചു. ആ കുഴിയിലൂടെ പുറത്തേക്ക്, കൊട്ടാരത്തിന് പുറത്തേക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കി. എന്നിട്ട് ആ വഴിയുടെ മുകൾ ഭാഗത്തെ മണ്ണ് മാറ്റാതെ അവശേഷിപ്പിച്ചു. അപ്പോൾ പുറത്തുനിന്ന് നിൽക്കുന്ന ആളിന് താഴത്ത് വലിയൊരു കുഴിയും വലിയൊരു കുഴി വഴിയുള്ള വഴിയും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു അണ്ടർഗ്രൗണ്ട് മാർഗം, ഒരു ഭൂഗർഭ മാർഗം അവിടെ തുറന്നുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തോന്നാതെ അത് അവിടെ വെച്ച് നിർത്തി. പിന്നീട് വന്ന് എന്തെങ്കിലും കൊണ്ട് മുട്ടിയെന്നാൽ തുറക്കത്തക്ക വിധത്തിൽ കുഴി ഉണ്ടാക്കി നിർത്തി. അപ്പോൾ ഒരു തുരങ്ക മാർഗം അവിടെ ഉണ്ടാക്കി വെച്ചു. ഖനകൻ വേണ്ട തരത്തിലുള്ള ഉപദേശങ്ങളും അവർക്ക് കൊടുത്തിട്ട് പോയി. അപ്പോൾ പുരോചനൻ ഇവരുടെ താമസിച്ച് ഇവർക്കൊരു വിശ്വാസം വരട്ടെ എന്നാണ്. പക്ഷേ ചെന്ന ദിവസം തന്നെ ഭീമൻ ധർമ്മത്തോട് ചോദിച്ചു, ഇവിടെ എന്തോ ഒരു സാധാരണ ശീലിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഗന്ധം, അത് നിനക്ക് തോന്നുന്നതാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്തിനാണ് ഈ അരക്കിൻ്റെയൊക്കെ ബന്ധമാണ് വരുന്നത്, കോലരക്കാണ്, അതിൻ്റെ ബന്ധമാണ് വരുന്നത്. ലാക്ഷായുടെ ഗന്ധമാണ്, നല്ല ഔഷധമാണ് ലാക്ഷായുടെ ഗന്ധമാണ് വരുന്നത്. മറ്റുള്ളവരാരും ശ്രദ്ധിച്ചില്ല. പുതിയ വീടല്ലേ, പുതിയ വീടിൻ്റെ മണാണ്. ഇപ്പോൾ പുതിയ പുസ്തകം വാങ്ങിച്ചെന്നാൽ കുട്ടികൾ എന്ത് ചെയ്യും? ആദ്യം ചെയ്യുന്നത് എന്താണ്? പുതിയ പുസ്തകം കുട്ടികൾക്ക് വിതർത്ത് മണത്ത് നോക്കലാണ് പ്രധാന. വായിച്ചു നോക്കിയില്ല, എപ്പോഴും ഇങ്ങനെ മണത്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് പുതിയ പുസ്തകം ഉടനെ വായിച്ചു തീർക്കുന്നല്ല, അല്ല, അതിങ്ങനെ മണത്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഈ മണം വരുന്നതാണ് എന്ന് വിചാരിച്ച് മറ്റുള്ളവർ. കുന്തിയും ഉണ്ട്. കുന്തിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ സദ്യ കൊടുക്കാനുള്ള തീരുമാനം എല്ലായിടത്തും വിളംബരം ചെയ്തു. ജനങ്ങൾക്ക് സദ്യ കൊടുക്കുന്നു. അപ്പോൾ പുരോചനൻ ഇങ്ങനെ ഇവർ വളരെ സ്വതന്ത്രമായിട്ട്, കാരണം പലപ്പോഴും അദ്ദേഹം നോക്കുമ്പോൾ ഇദ്ദേഹം ജാഗരൂകനായിരിക്കുകയാണ്. ധർമ്മപുത്രർക്ക് ഉറക്കം വളരെ കുറയും. ഇപ്പോൾ ചെന്ന് നോക്കുമ്പോഴും ഇദ്ദേഹം പൂർണ്ണമായിട്ട് ഉറങ്ങി എന്ന് തോന്നാത്ത വിധത്തിലുള്ള ചേഷ്ടകളാണ് ഉറക്കത്തിൽ കിടന്നുകൊണ്ട് കാണിക്കുന്നത്. ഇവൻ കയറിച്ചെല്ലുമ്പോൾ ആരാ എന്ന് ചോദിക്കും. അപ്പോൾ തീ വെച്ച് ഓടി രക്ഷപ്പെട്ടാലോ എന്നുള്ളതാണ് ഇവൻ്റെ ഭയം. ആരുടെ? പുരോചനൻ്റെ. ദുര്യോധനൻ്റെ വളരെ വിശ്വസ്തനായ ഭൃത്യനാണ് പുരോചനൻ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത് കത്തിക്കാൻ പറ്റുന്നില്ല. കത്തിച്ച് പരാജയപ്പെടാൻ പാടില്ലല്ലോ, അത് പ്രത്യേകം ഉപദേശം കൊടുത്തിട്ടുണ്ട്. കത്തിച്ച് പരാജയപ്പെടരുത്. അപ്പോൾ കത്തിച്ചാൽ അവരതിനകത്ത് പെട്ട് മരിച്ചിരിക്കണം. തീ കൊടുത്താൽ, തീ ജ്വലിപ്പിച്ചാൽ ആ തീയുടെ ജ്വാലകളിൽപ്പെട്ട് ഇവർ മരിച്ചിരിക്കണം, തള്ളയും. അപ്പോൾ കുന്തിയെയും കൂടി കൊന്നുകളയണമെന്നുണ്ട് ദുര്യോധനനെ. അതാണ്, അല്ലാതെ ഈ പാണ്ഡവന്മാർ മാത്രം പോയി ചത്താൽ പോരാ, കുന്തിയോടുകൂടി നശിപ്പിക്കണമെന്നുള്ളതാണ്. ആ വിത്തോടുകൂടി നശിപ്പിച്ച് കളയാനാണ്. അതിൻ്റെ ഒരു ഉച്ഛിഷ്ടവും നിലനിൽക്കരുത് എന്നതാണ്. അതാ ദുഷ്ടതയുടെ പാരമ്യം അതിലാണ് കാണുന്നത്. അപ്പോഴാണ് സദ്യയ്ക്ക് വിഭവസമൃദ്ധമായ ഒരു സദ്യ കൊടുക്കുകയാണ്. എല്ലാവരും ഒന്ന് ഊണൊക്കെ കഴിച്ച് നല്ലപോലെ ഉണ്ട് കഴിയുമ്പോൾ, അതും പ്രത്യേകിച്ച് പായസം കൊണ്ട് ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമായിരിക്കും. തലച്ചോറ് ആ പ്രവർത്തനം ഉപേക്ഷിക്കും. തലച്ചോറിലേക്ക് ചെല്ലേണ്ട രക്തം നേരെ വയറ്റിലേക്ക് പോരും. അപ്പോൾ ആമാശയത്തെ ചൂട് പിടിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് അത് ദഹിപ്പിക്കാനുള്ള വൃത്തിയിലേർപ്പെടും. അപ്പോൾ സ്വാഭാവികമായും ഉറങ്ങിപ്പോകും ആളുകളെല്ലാവരും പോയി, ക്ഷീണിതരായി എല്ലാവരും പോയി. അപ്പോഴാണ് അവിടെ പിച്ചതണ്ട് നടന്നിരുന്ന അവർ കാട്ടാളത്തെയും 5 മക്കളും കൂടി വന്ന് കയറി അവർക്കും ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞപ്പോഴുള്ള ക്ഷീണം കൊണ്ട് അവർ കൊട്ടാരത്തിൻ്റെ തന്നെ വിദൂരമായ ഒരു കോണിൽ കിടന്ന് അങ്ങ് ഉറങ്ങി പോയില്ലെന്ന്. അവർ കിടന്നുറങ്ങുന്ന വിവരം അറിയാതെ ഭീമനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ദിവസമാണ്.
ഇനി ഇവിടെ നിന്നാൽ എപ്പോഴാണ് പുരോചനൻ നമ്മുടെ ശ്രദ്ധ തെറ്റുമ്പോൾ കൊട്ടാരത്തിന് തീ വയ്ക്കുന്നതെന്ന് അറിയാനൊക്കില്ല. ഇവിടെ നീ ഒരു കാര്യം ചെയ്യുക, നീ തീ ജ്വലിപ്പിച്ച് കൊട്ടാരം കത്തിക്കുക. എന്നിട്ട് നീ അമ്മയെടുത്ത് തോളയിൽ കിടത്തണം. നമുക്ക് ഗുഹ വഴി, നാം നിർമ്മിച്ചിട്ടുള്ള ഗുഹ വഴി, തുരങ്ക മാർഗം വഴി നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. അങ്ങനെ അരക്കില്ലത്തിന് തീ വെച്ചു. ഇവരിറങ്ങി തുരങ്കം വഴി രക്ഷപ്രാപിക്കുകയും ചെയ്തു. തീ കണ്ട് ആളുകളോട് കൂടി. തീ കെടുത്താനുള്ള ശ്രമങ്ങൾ നാട്ടുകാരെല്ലാവരും ചെയ്ത് പരാജയപ്പെട്ടു. അന്ന് ഇവർ ഫയർ എഞ്ചിനും ഫയർഫോഴ്സൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അവർക്കാർക്കും പരിക്ക് പറ്റാനുള്ള സാധ്യത ഉണ്ടായില്ല. അങ്ങനെ ജനങ്ങൾ അത്യുത്സാഹം ചെയ്തെങ്കിലും ഇത് കത്തി അമർന്നുപോയി. കാരണം ആഗ്നേയ വസ്തുക്കൾക്ക് പെട്രോളിന് തീ പിടിക്കുന്ന പോലെയാണ്. പെട്രോളിന് തീ പിടിച്ചിട്ട് എങ്ങനെ എടുത്താൻ പറ്റും? കെടുത്താൻ സാധ്യമല്ലാത്തതുപോലെ ഇത് കെടുത്താൻ കഴിഞ്ഞില്ല. നേരം വെളുത്തൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ 5 ജഡങ്ങൾ, കത്തിക്കനും ജഡങ്ങളുടെ എല്ലിൻ കൂടുകൾ കിട്ടി. അപ്പോൾ 6 പേരാണല്ലോ ഇവർ, കുന്തി ഉൾപ്പെടെ 6 പേരാണ്. 6 എല്ലിൻ കൂടുകൾ കിട്ടിയപ്പോൾ കുന്തിയും മക്കളും ഇതിനകത്ത് വിട്ട് മരിച്ചുപോയി എന്നുള്ള വാർത്ത അറിഞ്ഞു. അതീവ സന്തോഷം. അപ്പോൾ ഈ പുരോചനൻ്റെ അവസ്ഥയോ? പുരോചനൊക്കെ അതിനകത്ത് പെട്ട് മരിച്ചുപോയി. പുരോചനനെയും കൂടി ഉൾപ്പെടെ കൊല്ലണമെന്നുള്ളതായിരുന്നു ഭീമൻ്റെ ആഗ്രഹമാണ്. എപ്പോഴും ഈ പുരോചനെ കാണുമ്പോൾ ഭീമൻ കണ്ണൊട്ടി കാണിച്ച് പഠിപ്പിക്കുവനെ. അതൊക്കെ കുട്ടികളെ ആകർഷിക്കുന്ന സംഭവങ്ങളാണ്. വളരെ രസമാണ് അതൊക്കെ വായിക്കുന്നത്. അത് ഈ ഏറ്റവും മഹത്തായ കൃതിയുടെ ഒരു ലക്ഷണം, അതൊരു ബാലനും ആസ്വദിക്കാൻ സാധിക്കും, വൃദ്ധനും ആസ്വദിക്കാൻ സാധിക്കും, യുവാവിനും ആസ്വദിക്കാൻ സാധിക്കും, പ്രൗഢ വയസ്സുള്ള ആളിനും ആസ്വദിക്കാൻ സാധിക്കും. എല്ലാ പ്രായത്തിലുള്ളവരെയും ആകർഷിക്കാൻ സാധിക്കുന്ന കൃതികളെയാണ് ക്ലാസിക് കൃതികൾ എന്ന് വിളിക്കുന്നത്. ഇവൻ ക്ലാസിക് കൃതികളുടെയും മുകളിൽ കയറി നിൽക്കുന്നവനാണ് ഈ മഹാഭാരതം. അപ്പോൾ ഈ ഉപാഖ്യാനങ്ങളെല്ലാം കുട്ടികളെ ഹരം പിടിപ്പിക്കുന്നതാണ്. അത് സംസ്കൃതത്തിലായതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ഒക്കില്ല. പക്ഷേ അതിനകത്തുനിന്ന് അതെല്ലാം പലതരത്തിലുള്ള കഥകളായിട്ട് പിന്നീട് രൂപം മാറി വന്നിട്ടുണ്ട്. തർജ്ജമയിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. ഈ ഉപാഖ്യാനങ്ങൾ എല്ലാം കൂടി ചേർത്തൊരു ഗ്രന്ഥം ഉണ്ടാക്കുന്നത് നല്ലതാണ്. കുട്ടികൾ നല്ല കുട്ടിക്കഥകളായിരിക്കും. 1000-ൽ ഏറെ ഉപാഖ്യാനങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് ശാന്തിപർവ്വത്തിലാണ്. അപ്പോൾ ഭീമൻ്റെ ഇത്തരം വികൃതികളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന പുരോചനൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭൃത്യനാണ്, ചീഫ് ഭൃത്യനാണ്, ഭൃത്യപ്രധാനി. അവനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് കണ്ണുരുട്ടി കാണിക്കുക, ചുണ്ടുകൊട്ടി കാണിക്കുക, കോക്കിരി കാണിക്കുക, ഇതൊക്കെ ചെയ്യും ഭീമൻ. അപ്പോൾ അതിനുകൊണ്ട് പേടിച്ച് വെറുതെ ഇങ്ങനെ 2 വിരൽ കൊണ്ടിങ്ങനെ എടുത്ത് നിരിച്ചു കളയാവുന്നതേ ഉള്ളൂ. അതാണ് അവനെ പേടി, ഭീമനെ. അങ്ങനെ അവനെയും നശിപ്പിച്ച് ദ്വാരം വഴി അവർ രക്ഷപ്പെട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ അത് കൊട്ടാരത്തിലെ വസ്തുത അറിഞ്ഞാത്ത ആളുകൾക്ക് ഇത് വലിയ അത്ഭുതമായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുന്തിയും, അതായത് ഇളയ തമ്പുരാട്ടിയും മക്കളുമാണ് ഇല്ലാതെയായിരിക്കുന്നത്? അപ്പോൾ അതിന് സാധാരണഗതിയിലുള്ള ഒരു ദുഃഖത്തിൻ്റെ വ്യാപ്തി ഒന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ ധൃതരാഷ്ട്രക്ക് മനസ്സിലായി ഇത് കാര്യ അപകടമാണെന്ന്. അപ്പോൾ ധൃതരാഷ്ട്രർ ഒരു അഭിനയ കരച്ചിലങ്ങ് കരഞ്ഞു. അതിന് മിടുക്കനാണ് അദ്ദേഹം. അപ്പോൾ ഭീഷ്മരറിഞ്ഞു, മറ്റെല്ലാവരും പിന്നെ ഔദ്യോഗികമായ ദുഃഖാചരണമാണ്. നമ്മളിപ്പോൾ ഒരാഴ്ച കൊടി താഴ്ത്തി കെട്ടും. അവിടെയും 12 ദിവസം കൊടി താഴ്ത്തി കെട്ടി. അതിൻ്റെ കൊടി താഴ്ത്തി കെട്ടലും മറ്റൊന്നും ഒരു പുത്തൻ കാര്യമൊന്നുമല്ല രാഷ്ട്രീയ ചരിത്രത്തിൽ. എല്ലാ നാട്ടിലും ചെയ്യുന്ന ജാടകളാണിതെല്ലാം. അങ്ങനെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചു. പക്ഷേ ഭീഷ്മർക്ക് യഥാർത്ഥമായ ദുഃഖമുണ്ടായിരുന്നു. ദ്രോണർക്ക് യഥാർത്ഥമായ ദുഃഖമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അർജുനൻ മരിച്ചുപോയതിൽ. എങ്കിലും അങ്ങനെ ആലോചിച്ചു ദ്രോണർ. സാധ്യത കുറവാണല്ലോ ഇവർ മരിക്കാൻ. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള വിദ്യകൾ അവർ പഠിച്ചിട്ടുള്ളതാണല്ലോ. തീ പിടിച്ചാൽ തന്നെ കാത്തിരുന്ന് കാണാം എന്ന് അദ്ദേഹം വിചാരിച്ചു. ഭീഷ്മർക്കും ഇത് പൂർണ്ണമായി വിശ്വാസമായില്ല. ഇതിലെന്തോ ചതിയുണ്ട് എന്ന് ഭീഷ്മർക്കും തോന്നിയിരുന്നു. എങ്കിലും ആരും അത് അന്യോന്യം സംസാരിക്കാൻ തയ്യാറായില്ല. അത് സംഭാഷണ രൂപത്തിൽ, വിചാര രൂപത്തിൽ ഹൃദയത്തിൽ സ്ഥിതി ചെയ്തതല്ലാതെ അത് സംഭാഷണ രൂപത്തിൽ പുറത്തേക്ക് വന്നില്ല. എല്ലാവരും അങ്ങനെ വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അവരുടെ ആദ്യത്തെ കാനനവാസം.